അപ്പം മക്കളെ, നമുക്ക് അടുത്ത വർക്ക് വന്നിട്ടുണ്ട്. അടുത്ത വർക്ക് പാമ്പാടിയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് പുല്ല് ലോഡ് ചെയ്യാം. നഴ്സറി കൊണ്ട് ഓൾറെഡി പുല്ല് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ പുല്ലിന് കയറ്റണം. ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റോളം പുല്ല് വിരിക്കാനുണ്ട്. മഴ കാരണം ഡിലേ ആയതാണ് വർക്ക്. അങ്ങനെ നമുക്ക് നേരെ സൈറ്റിലേക്ക് പോകാം. സൈറ്റ് വരുന്നത് 12-ാം മൈലാണ്. പാമ്പാടി വരെ പോകേണ്ട, പാമ്പാടിക്ക് ഇപ്പുറമായിട്ടാണ് സൈറ്റ് വരുന്നത്. 12-ാം മൈലാണ് സ്പോട്ട്. അപ്പോൾ നമ്മളങ്ങനെ സൈഡിലെത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് പുല്ല് വിരിക്കേണ്ട ഏരിയകളാണ്. ഓൾറെഡി ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോയതാണ്. പക്ഷേ ഇപ്പം കളയെല്ലാം കയറി പിന്നെയും മൊത്തം നശിച്ചിരിക്കും. ഇനി അതെല്ലാം ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം. ഇനി അതിന് ചെതലിനുള്ള മരുന്നടിക്കുവാണ്. ഇത് മരുന്നടിക്കുന്നത് വെച്ചാൽ മെക്സിമഗ്രാസാണ് ഇവിടെ വിരിക്കുന്നത്. അപ്പം ചെതൽ കയറാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണെന്ന് കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് മരുന്നടി കുഴപ്പമില്ലായിരുന്നു. ഈ മരുന്ന് അടിച്ചിട്ട് ഒരു മണിക്കൂറോളം കിടക്കണം. എന്നാലേ ഉള്ളൂ ഉണങ്ങത്തുള്ളൂ തറ. എന്നിട്ട് വേണം നമുക്ക് പുല്ല് വിരിക്കാൻ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് പുല്ല് ഇറക്കുവാണ്. പുല്ല് ഓൾറെഡി നനഞ്ഞ് കിടക്കുവാണ്. നമ്മുടെ അവിടെ നഴ്സറി മഴയായിരുന്നു, അതുകൊണ്ട് പുല്ല് മൊത്തം നനഞ്ഞ് കിടക്കും. അപ്പോൾ പുല്ല് മൊത്തം ഇറക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം വിരിക്കാൻ. ജസ്റ്റ് വെള്ളമൊന്ന് വലിഞ്ഞിട്ട് വേണം വിരിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ അക്കായാണ് ആദ്യമായിട്ട് പുല്ല് വെക്കുന്നത്. എല്ലാ സൈഡിലും പോയി അക്കാനൊക്കെയാണ് ആദ്യം പുല്ല് വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ പുല്ല് നല്ലപോലെ പിടിക്കും, വളരുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ പുല്ല് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ ഭാഗത്തെ ഒരു ഔട്ട്പുട്ട് ഇതാണ്. ഇങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് അതിൻ്റെ ബോർഡർ സൈഡിൽ കുറച്ച് ചെടി വെക്കണമായിരുന്നു. അങ്ങനെ അതിന് ഞങ്ങൾ റിയോ പ്ലാന്റാണ് സെലക്ട് ചെയ്തത്. റിയോയുടെ പ്ലാന്റ് പിരിച്ച് അവിടെ ഓരോന്നോരോന്ന് കുത്തി വെച്ചും. അത് ഫുള്ള് സ്പ്രെഡാക്കാനുള്ളതാണ് പ്ലാന്റ്. അപ്പം ഇങ്ങനെ ബോർഡർ ഫുള്ള് സ്പ്രെഡായി എടുക്കാൻ വേണ്ടിയാണ് റിയോ പ്ലാന്റ് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് മഴ തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തു. മഴ കഴിഞ്ഞപ്പം നമ്മൾ ഈ അകത്തെ പ്ലോട്ടിൽ പുല്ല് വിരിച്ചു. പക്ഷേ മഴയുടെ ഒരു ഇത് കാരണം വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പം അകത്ത് പുല്ല് വിരിക്കാനപ്പോൾ ഔട്ട്പുട്ട് ഇതാണ്. ഇത് കിണറിൻ്റെ ചെറിയൊരു പോർഷനാണ്. അവിടെയും കുറച്ച് വിരിക്കാനുണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ പുല്ല് വിരിച്ചു. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഓക്കെ, ബൈ.